ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ട്രോമ കോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. ഈ ഡ്രാമ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നുള്ള എപ്പിസോഡൊക്കെ കണ്ടിട്ട് വരണേ ഫ്രണ്ട്സ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണുന്നത് ഒരു മാസത്തിന് ശേഷമുള്ള നമ്മുടെ ഗ്യാങ്ങിനെയാണ്. അവൻ സോംബിയെ പോലെ നടക്കുകയാണ് രാത്രിയിൽ. അവന് ഉറക്കമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അവൻ്റെ റൂമിൻ്റെ ഡോറ് പോലും സ്വന്തമായിട്ട് തുറക്കാൻ പറ്റാതെ അവൻ പതറുമ്പോൾ നമ്മുടെ ഹീറോ വന്നാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവനാണെങ്കിലും നേരെ ബെഡിൻ്റെ മുകളിൽ കയറി കിടക്കും. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും ഇവന് ജീവൻ ഉണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് നോക്കുന്നുണ്ട്. ജീവൻ ഉണ്ടെന്ന് കാണുമ്പോൾ ഹീറോയും കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ നമ്മുടെ നേഴ്സ് കുട്ടിയാണെങ്കിൽ ആഡിറ്റിൻ്റെ റിപ്പോർട്ടൊക്കെ നോക്കിയായിരിക്കും. അതിൽ നമ്മുടെ ഹീറോ ഒരുപാട് കാശ് ട്രോമ യൂണിറ്റിന് വേണ്ടി ചിലവാക്കുന്നു അറിഞ്ഞ് ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ വാങ്ങുന്ന ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ എമർജൻസി എന്ന് പറഞ്ഞ് ചാടി ലൈറ്റ് ഇടുമ്പോഴേക്കും ഹീറോ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ടാണ് ചോദിക്കുന്നത്, എന്താ എമർജൻസി വല്ലതും ആണെന്ന്. അതെ, ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ട്, ലോറിയിലിടിച്ചാണ് പേഷ്യൻസിനെ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഹീറോയും ഗ്യാങ്ങും കൂടെ ഓടാൻ തുടങ്ങുന്നുണ്ട്. നേഴ്സാണെങ്കിലും ധൃതിയിൽ വരുമ്പോൾ ഒരാൾ ഇടിച്ചിടുന്നുണ്ട്. എന്നിട്ട് ആ വീണ പേപ്പേഴ്സ് എല്ലാം സോറി പറഞ്ഞ് എടുത്തു കൊടുക്കും. അവിടേക്കും നമ്മുടെ ഹീറോയും ഗ്യാങ്ങും കൂടെ വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പേഷ്യൻസിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോറി കാറിലിടിച്ചാണ്, സിവിയർ ഇഞ്ചുറി ആണെന്ന് പറയുന്നുണ്ട്. ആംബുലൻസ് പോയിട്ടുണ്ട്. അങ്ങനെ അവരിവിടെ എത്തുന്നുണ്ട്. ഉടനെ നോക്കുമ്പം ആ ലേഡീസിൻ്റെ വയറിനകത്താണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. എമർജൻസി ആയിട്ട് സർജറി വേണം, കൊണ്ടുപോകാൻ പറയും. നമ്മുടെ ഹീറോ ആണെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വന്ന് പറയുന്നുണ്ട് അടുത്ത പേഷ്യൻറ്റും എത്തിയെന്ന്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ അടുത്ത ആ പേഷ്യൻറ്റിനെ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടുത്തെ പേഷ്യൻറ്റിനെ നമ്മുടെ ഗ്യാങ്ങും നോക്കും. രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും. ഹീറോ എമർജൻസി ആയിട്ട് സർജറിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ നമ്മുടെ അനസ്തേഷ്യ ഡോക്ടർ ആണെങ്കിൽ പയ്യെ ആയിരിക്കും ഓരോന്ന് ചെയ്യുന്നത്. അത് കാണുന്ന നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ ഒന്ന് സ്പീഡിൽ ചെയ്തുകൂടെ, ഒരാളുടെ ജീവനല്ലേ എന്ന് പറയും. നീ എന്നെ പഠിപ്പിക്കുമോ, നീ ആരാടാ, നീ എൻ്റെ സീനിയർ ആണോ എന്ന് ചോദിക്കും. ഉടനെ നേഴ്സ് ആണെങ്കിലും ഒന്ന് അവൻ കാര്യമല്ലേ പറഞ്ഞത്, ഒന്ന് ജോലി ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അടുത്ത ഡോക്ടർ വന്നു, നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കും. ഉടനെ നമ്മുടെ ഗ്യാങ് പറയും, നിങ്ങളെക്കാളും എന്തായാലും സീനിയാരിറ്റി നമ്മുടെ നേഴ്സിനുണ്ടെന്ന് പറഞ്ഞ് അവർ വഴക്ക് കൂടാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ട്. നിന്റെ പേരെന്താ, നീ ആരാന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ അനസ്തേഷ്യ ഡോക്ടർ നിൽക്കുന്നത്. ആ സമയം നമ്മുടെ ഹീറോ വന്നിട്ട്, നീ ആരാ, ഞാൻ അങ്ങോട്ട് വരണോ, നിനക്ക് എന്നെ അറിയാമോ, എന്താണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അനസ്തേഷ്യ ഡോക്ടർ ആണെങ്കിൽ ഒന്ന് ഞെട്ടിയിട്ട് പിന്നെ മിണ്ടാതിരിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോ ആണെങ്കിൽ നേഴ്സിനോട് ചോദിക്കും, ഇതെന്താ, നീ ഇവിടെ എന്തിനാ വന്നത്, സർജറിക്ക് വേണ്ടി വന്നിട്ട് വഴക്കുണ്ടാക്കുകയാണെന്ന് ചോദിക്കും. അപ്പം നേഴ്സാണെങ്കിൽ സോറി സാർ എന്ന് പറയും, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അതിൽ നിന്ന് സംസാരിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ ചീഫ് കാണാൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കും. ഹീറോ നല്ലൊരു ഡോക്ടറാണ്, ഒരു വലിയ സർജറി 2 മണിക്കൂർ കൊണ്ട് ചെയ്തെടുത്ത കഴിവുള്ള ഡോക്ടറാണെന്നൊക്കെ പറയും. ചീഫാണെങ്കിലും അവനോട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് സ്പൈ വർക്ക് ചെയ്യാനാണോ എന്ന് നമ്മുടെ ആ ഒരു ജൂനിയർ ഡോക്ടർ ചോദിക്കുമ്പം അവനാണെങ്കിലും ആകാശത്ത് നോക്കി ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പേഷ്യൻ്റ് നല്ല ഗുരുതരമായിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെ ഹീറോ ആണെങ്കിൽ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടിരിക്കും. അപ്പം നമ്മുടെ നേഴ്സാണെങ്കിലും, ഡോക്ടർ ഞാനൊരു ഒപ്പീനിയൻ പറയട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അനസ്തേഷ്യ ഡോക്ടർ ആണെങ്കിലും, നീ നേഴ്സ് മാറി ഡോക്ടറായോ എന്ന് ചോദിക്കും. ഉടനെ നമ്മുടെ ഗ്യാങ് ആണെങ്കിലും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ, അവൾക്ക് നമ്മളെക്കാളും 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ട്രോമ യൂണിറ്റിൽ, നിങ്ങളെക്കാളും സീനിയറാണ് ആ കാര്യത്തിൽ എന്ന് പറയും. ഉടനെ നമ്മുടെ ഹീറോ ആണെങ്കിലും, കൊള്ളാമല്ലോ, നിങ്ങൾ സർജറിയെ വിട്ടിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, നല്ലതായിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അവർ സോറി പറയുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനാണെങ്കിൽ ചോദിക്കും, എന്താ നീ പറയുന്നത് നേഴ്സിന് പറയാം. അപ്പം നേഴ്സ് പറയും, ഇല്ല, നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ലിവറിനല്ലേ കംപ്ലൈൻറ്റ്, നമുക്ക് ആ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പോരെ, അപ്പോൾ ശരിയാവില്ലേ എന്ന് ചോദിക്കും. ഉടനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ, ലിവർ അല്ലേ, ഇപ്പോൾ ആരടുത്ത് പോയി ചോദിക്കാനാണ്, നിൻ്റെ ലിവർ വെക്കട്ടെ എന്ന് ചോദിക്കും. അങ്ങനെയല്ല ഡോക്ടർ, ഞാൻ എന്നെ ഇവിടെ വെച്ച് ഒരാളെ കണ്ടായിരുന്നു, അയാളാണെങ്കിൽ ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആളായിരുന്നു, അയാളുടെ കയ്യിലുള്ള ഫോംസ് എല്ലാം അങ്ങനെയായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഇന്ന് ഒരാൾക്ക് ബ്രെയിൻ ഡെത്ത് ആയിട്ടുണ്ട്, അയാളുടെ ഓർഗൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, ശരി, അന്വേഷിക്കാൻ പറയും. അങ്ങനെ അവളാണെങ്കിലും ആ ഒരാളെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അയാൾ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ബ്രെയിൻ ഡെത്ത് ആയിട്ടുണ്ടായിരിക്കും. അയാളുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ സമ്മതിക്കത്തില്ല. എന്നിട്ട് പറയും, അതൊക്കെ ഇല്ലീഗലാണ്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട്, നിങ്ങളുടെ ലീഗൽ കാര്യങ്ങൾ, ഒരാളെ ജീവനേക്കാളും അതാണ് വലുത്, ശരി, ആദ്യം നമുക്ക് ആ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവുമോ നോക്കാൻ. എന്നിട്ട് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഓപ്പോസിറ്റീവ് ആണെന്ന് പറയും. നമ്മുടെ ഈ ഒരു കോർഡിനേറ്റർ ആണെങ്കിലും, എന്താ നിങ്ങളുടെ പേര് പറഞ്ഞേ എന്ന് പറഞ്ഞ് നോക്കുമ്പം അതേ പേരായിരിക്കും, അവിടെ ഓപ്പോസിറ്റീവ് ആയിരിക്കും. അതായത് ആ ഒരു ബ്രെയിൻ ഡെത്ത് ആയ ആളെ കാണാൻ വേണ്ടിയിട്ട് വന്ന 2 മക്കളും ആയിരിക്കും ഈ ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും എന്തായാലും ചെയ്യണം എന്നുള്ളതാവും. എന്നിട്ട് ഹീറോ പറയും, ശരി, എന്ത് വന്നാലും നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം, എന്ത് പ്രശ്നം വന്നാലും ഞാനത് നോക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ ആ കോർഡിനേറ്റർ ആണെങ്കിലും അത് നോക്കിയിട്ട് ഓക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഹീറോ ഫോൺ വയ്ക്കുന്നതിന് മുന്നേ, നിങ്ങൾ എനിക്ക് വേറൊരു ഹെൽപ്പും കൂടെ ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു സീൻ കട്ടാവുന്നുണ്ട്.
നമ്മുടെ ഗ്യാങ്ങിനാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടിരിക്കും. ഞാൻ ചെയ്യണത് ശരിയല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് നമ്മുടെ ഹീറോ ചോദിക്കും. ഇല്ല എന്ന് അവൻ പറയും. ആ ഒരു ബ്രെയിൻ ഡെത്ത് ആയ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് അവൻ പറയും. എന്നാൽ ഈ പേഷ്യൻസിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ആ ബ്രെയിൻ ഡെത്ത് ആളുടെ ആ ഓർഗൻ എടുക്കുന്നത് നമ്മുടെ ഹീറോ ആയിരിക്കും. അവരാണെങ്കിൽ ആ ഒരു പേഷ്യൻ്റെ അടുത്ത് വന്നിട്ട് നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ നമ്മുടെ ഗ്യാങ് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ശരി പെട്ടെന്ന് നമുക്ക് ചെയ്യാമെന്ന് പറയും. ഒരു മിനിറ്റ് പോലും ആയില്ലല്ലോ ഡോക്ടർ എന്ന് പറയും. ആ ഒരു പ്രാർത്ഥനയെക്കാളും വലുത് നമുക്ക് ഈ ഒരു സർജറി ചെയ്ത് മോനെ രക്ഷപ്പെടുന്നതാണ്, അത് ഇയാൾക്ക് മനസ്സിലായിക്കോളൂ എന്ന് പറയും. എന്നിട്ട് അവരാണെങ്കിൽ ആ ഒരു സർജറി ചെയ്ത് ആ ഒരു ലിവർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പേഷ്യൻറ്റിന് വെച്ച് സ്ഥലിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ നമ്മൾ വീണ്ടും ഓടുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്യാങ് ചോദിക്കും, നിങ്ങളെന്തിനാ ഇനി വീണ്ടും ഓടുന്നത്? ഇല്ല, ഇനി ഒരു പേഷ്യൻറ്റും കൂടെ ഉണ്ടല്ലോ എന്ന്. അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, ആ പേഷ്യൻറ്റിനെ വേറൊരു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കേട്ടിട്ടുണ്ട്, ഇന്ന ആ ഡോക്ടറാണ് നോക്കുന്നത്. നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഹീറോയെ തടയുന്നുണ്ട്. ഇല്ല, ആ ഡോക്ടർ ഒരുമാതിരിയാണ്, എന്തായാലും ഒരു നോക്കിയില്ലേ, നമുക്കിനി കയറണ്ടെന്ന് പറയും. അങ്ങനെ പറ്റത്തില്ല, എൻ്റെ പേഷ്യൻ്റ് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഗ്യാങ് പറയുന്നത് കേൾക്കാതെ അകത്തോട്ട് കയറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ അകത്തേക്ക് കയറുമ്പോൾ ആ ഡോക്ടർ നീ ആരാന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ പേര് പറയുന്നുണ്ട്. ഓ, ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് നിങ്ങളെ പറ്റിയിട്ടെന്ന് പറയും. അപ്പോൾ നമുക്ക് കാണിക്കുന്ന നമ്മുടെ പാനാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവൻ്റെ കപ്പ് പൊട്ടിയത് ഓർത്ത് പറയുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയും, ഓ നിങ്ങളാണല്ലേ ഈ പേഷ്യൻ്റ് ആദ്യം നോക്കിയത്, എന്ത് മരുന്നായി കൊടുത്തത്, ഭയങ്കര കോംപ്ലിക്കേഷൻ ആണല്ലോ ഇയാൾക്കെന്ന്. അപ്പം നമ്മുടെ ഹീറോ പറയും, ഈ പേഷ്യൻസിൽ കോംപ്ലിക്കേറ്റഡ് ഈസി എന്നൊന്നുമില്ല, അത് നമ്മൾ ഡോക്ടറുടെ കയ്യിലാണുള്ളതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ആ ഡോക്ടറിനൊന്നും ഇഷ്ടപ്പെടില്ല. അത് പിന്നെ അതിന് വഴക്കുണ്ടാക്കാൻ പറയുമ്പോൾ നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ ഇടയിൽപ്പെട്ടിട്ട് ഡോക്ടർ ഒരുപാട് കേസ് ഇപ്പം തന്നെ ഉണ്ട്, ഇനി വേണോ എന്ന് ചോദിക്കും. അവനാണെങ്കിലും അങ്ങ് മിണ്ടാതെ പോകുന്നുണ്ട്. എന്നിട്ട് പേഷ്യൻറ്റിനെ നോക്കിയിട്ട് പറയും, ഈ ആ പേഷ്യൻറ്റിനെ കിഡ്നി ഫെയിലിയർ പോലെയാണ് തോന്നുന്നത്, ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും അതിനെൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എനിക്കൊരു ഹെൽപ്പ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഓർഗൻ ഡൊണേറ്ററിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കില്ലേ, അത് ഒരു കിഡ്നി കൂടെ ആവശ്യം വരും എന്നാണ് നമ്മുടെ ഹീറോ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കിഡ്നി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലും സർജറിക്ക് റെഡിയാവും. നമ്മുടെ ഗ്യാങ്ങിൻ്റെ അടുത്ത് പറയും, എത്രയും പെട്ടെന്ന് നമുക്ക് സർജറി ചെയ്യണം, 30 മിനിറ്റ് ഫിനിഷ് ചെയ്യണമെന്ന്. അത് കേൾക്കുന്ന ആ ഡോക്ടറാണെങ്കിൽ 30 മിനിറ്റ് സർജറി ചിരിക്കും. അതിൽ നമ്മുടെ ഹീറോ ഒന്നും മിണ്ടാതെ സർജറി ചെയ്യും. അതിനുശേഷം നമ്മുടെ ഹീറോ പറയും, 24 മിനിറ്റിന് സർജറി കംപ്ലീറ്റ് ആയി. നമ്മുടെ ആ ഒരു ഡോക്ടറാണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. നല്ല ഉറക്കാൻ വേണ്ടി നമ്മുടെ ഗ്യാങ് പറയുമ്പോൾ ഇനി വേറെ സ്ഥലത്ത് പോകണമെന്ന് പറയും. എന്നിട്ട് പോകുമ്പോൾ ആ മരിച്ച ആ ഒരു അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴേക്കും ആ ഫാമിലി ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗ്യാങ് ആണെങ്കിലും വന്ന് ഉറങ്ങാൻ കിടക്കും. 7:40 ഉറങ്ങാൻ കിടക്കുക. 8:40 നമ്മുടെ ഹീറോ ബഹളം വെച്ച് എണീപ്പിക്കും. നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ ഞെട്ടി പോകുന്നുണ്ട്. ക്ലോക്കിൽ നോക്കുമ്പോൾ 8:40, 1 മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം എന്താ എമർജൻസി ആണോ എന്ന് ചോദിക്കും. ഇല്ല, നോക്കട്ടെ, പേഷ്യൻസിന് നോക്കാൻ പോകേണ്ടതെന്ന് പറയും. നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ കഷ്ടപ്പെട്ട് കനഡയൊക്കെ വെച്ച് വരും. അവിടേക്ക് നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻറ്റ് വരുന്നുണ്ട്. നിനക്ക് സുഖമാണല്ലോ എന്ന് ചോദിക്കും. ഓ, എന്ത് സുഖം, ഞാനിപ്പോൾ ഭ്രാന്തനാവുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, എന്നെ അത് കിഡ്നി ലിവർ തൈന്ന് പറഞ്ഞ വേണ്ടി വിളിച്ചിട്ടേ ഇരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യാനാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റുഡൻറ്റ് പറയും, നിനക്കിതൊക്കെ അറിയാമെന്നുള്ളതിൽ 1 മാസമായില്ലേ, നീ അയാളെ പഠിച്ചില്ലേ, ഇതൊക്കെ നമ്മുടെ ലൈഫിലുള്ളതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കും. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലും ആ ഒരു സർജറി ചെയ്തിട്ട് പേഷ്യൻറ്റ് നമ്മുടെ ഹീറോയെ കാണാൻ വരെ താങ്ക്സ് എന്നൊക്കെ പറയും. നമ്മുടെ ഹീറോ ആണെങ്കിലും പറയും, ഇതെൻ്റെ ജോലിയല്ലേ, നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് കൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അയാളുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ നമ്മളെ ഹീറോ എടുക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇങ്ങനെ പേഷ്യൻസിനോട് ഫോട്ടോ എടുക്കുന്ന ഒരു രസമുണ്ടല്ലോ, അങ്ങനെ ആ ഫോട്ടോയും കൂടെ എടുത്തുകൊണ്ട് വയ്ക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഹീറോയും നേഴ്സും കൂടെ സംസാരിച്ചിട്ടിരിക്കും. അവിടേക്ക് നമ്മുടെ കെമ്മ് വന്നിട്ടുണ്ടാകും. നിങ്ങളെന്താ മീറ്റിംഗ് നടത്തുവാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. എന്തിനാ മീറ്റിംഗ്, ഒരു ആവശ്യമില്ലല്ലോ എന്ന് പറയും. അവിടെ നമ്മുടെ ഗ്യാങ്ങിനെ കണ്ടിട്ട്, ഓ ദ്രോഹി, നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് നമ്മുടെ ഹീറോയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവരൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഹീറോ പോകാത്തതുകൊണ്ട് ആ മീറ്റിംഗ് തന്നെ ക്യാൻസൽ ആയിട്ടുണ്ടാവും. നമ്മുടെ ഹീറോ ആണെങ്കിലും ഇതിനുള്ള സമയമൊന്നും എനിക്കില്ല, എനിക്ക് പേഷ്യൻസിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അത് അവിടെയുള്ള ചീഫിനോ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നമ്മുടെ കിമ്മാണെങ്കിലും ഹീറോയെ പറ്റിയെല്ലാം വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഗ്യാങ്ങിനെ വിളിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ അത്ഭുതപ്പെടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നേഴ്സിനെ വിളിക്കാൻ പറയും. നേഴ്സിനോട് നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാനാണ് നമ്മുടെ ഹീറോ പറയുന്നത്. നേഴ്സാണെങ്കിൽ റെഡിയാവാൻ നോക്കുമ്പോൾ കബോർഡിൽ എല്ലാം ഒരുപോലത്തെ ആയിരിക്കും. ഓ, ഫുഡ് കഴിക്കാൻ തന്നെയല്ലോ, എന്ത് ഡ്രസ്സ്, ഇതൊക്കെ മതി എന്നതിൻ്റെ അടുത്ത്. എന്നിട്ട് അപ്പോൾ ഡ്രാമ ഓടിയിട്ടിരിക്കും. ഓ, ഈ സിനിമയിലൊക്കെ ഇത്രയും നല്ല ഡോക്ടേഴ്സും ഡ്രാമയൊക്കെ നടക്കുന്നുണ്ടാവുള്ളൂ എന്ന് പറയും. അവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ റെഡിയായി കോട്ട് സൂട്ടൊക്കെ ഇട്ട് നിൽക്കുകയായിരിക്കും. അവിടെ നമ്മുടെ ഗ്യാങ്ങും വരുന്നുണ്ട് ഓടിയിട്ട്. അപ്പോൾ നീങ്ങനെ കാണാൻ സുന്ദരനായിട്ടുണ്ടെന്ന്. ഓ, ഞാൻ ഭയങ്കര മോഡേൺ എന്നാണ് എല്ലാവരും എന്നൊക്കെ പറയുന്നതെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ, നിനക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടോ, നീ പൊട്ടത്തനൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ അല്ല എന്ന് പറയും. എന്നിട്ട് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. നമ്മുടെ ഹീറോയിൻ്റെയും ഗ്യാങ്ങിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് നേഴ്സാണ് ഇങ്ങനെ അവർ രണ്ടുപേരും മാറി മാറി നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ഹോട്ടലാണല്ലോ, ഇതിനോട് കൊടുക്കാനുള്ള കാശുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞാൻ ഭയങ്കര റിച്ചാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ പാരൻസ് ഒന്നും അല്ല, ഞാനാ റിച്ച്, അവർ രണ്ടുപേരും മരിച്ചുപോയി, ഞാനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് പൈസ നിറച്ചുണ്ടെന്ന് പറയും. ഈ നമ്മുടെ ഹീറോയുടെ ഓരോരോ കഥ പറയുമ്പോൾ നമ്മുടെ ഗ്യാങ് ആണെങ്കിലും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അവനാണെങ്കിൽ കരയാനാവും. അതുകൊണ്ട് നമ്മുടെ നേഴ്സ് പറയും, നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്, അതൊക്കെ വിട്. അപ്പോൾ പറയും, ഇല്ല നീയല്ലേ പറഞ്ഞേ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് പറയണമെന്ന്, എന്നും കരുതി എന്നും പറയണോ, എന്നും പറയണോ, വിട്ടേരെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. എമർജൻസി ആയിരിക്കും, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, എത്രയും പെട്ടെന്ന് വരണമെന്ന്. ബസ്സിനോട് ഫുഡ് ഫിനിഷ് ചെയ്യാൻ പറഞ്ഞിട്ട് ഹീറോയും ഗ്യാങ് കൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ടാക്സി വിളിച്ച് പോകാമെന്ന് പറയുമ്പോൾ ഇല്ലാണ്ട് സമയമില്ല, എന്നിട്ട് ഡെലിവറി വണ്ടിയിലായിരിക്കും പോകുന്നത്. പോകുന്ന വഴിക്കാൻ ആ ഒരു ആക്സിഡൻറ്റ് നടന്ന സ്ഥലം അവർ കാണുന്നുണ്ട്.
ഹീറോ ആണെങ്കിൽ ആ പേഷ്യൻ്റെ അടുത്ത് വന്നിട്ട് തകർന്നങ്ങ് നിൽക്കും. എന്നിട്ട് പറയാം ഇയാളെ എത്രയും പെട്ടെന്ന് മോർച്ചറിയിലോട്ട് കൊണ്ടുപോകാൻ പറയാം, അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോ സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഗ്യാങ്ങും പറയും ഇല്ല ഡോക്ടർ, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഡോക്ടർ കാരണം അല്ലല്ലോ സംഭവിച്ചതെന്ന്. അപ്പം ഇല്ല, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഫുഡ് കഴിക്കാൻ പോകാതിരുന്നെങ്കിൽ ഈ പേഷ്യൻറ്റ് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പേഷ്യൻറ്റ് മരിച്ചത് ഡോക്ടർ കാരണമൊന്നുമല്ല, എല്ലാം വേണ്ടി നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്ന്. അപ്പോഴേക്കും അടുത്തൊരു എമർജൻസി വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയും ഗ്യാങ്ങും ഒക്കെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഒരു മൈൻഡ് വോയിസ് തരും, ഇതാണ് ഞങ്ങളുടെ ജോലി, ഒരിക്കലും ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ല, മരിച്ചവരെ ഓർത്ത് വിഷമിക്കാൻ കൂടെ ഞങ്ങൾക്ക് സമയമില്ല. അതായത് 24/7 ഞങ്ങൾ ഫുൾ ടൈം ഓടിയിട്ടേ ഇരിക്കണം. ഒരു പേഷ്യൻ്റ് കഴിഞ്ഞ് അടുത്ത എമർജൻസി, അടുത്ത പേഷ്യൻ്റ്, ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഒരു എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടിപൊളിയല്ലേ? അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ ബൈ.